ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് പനീർ പുലാവാണ്. അപ്പോൾ നമുക്ക് റെഡിയാക്കിയാലോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കട്ടോരി ചെറിയ റൈസാണ്. നമ്മൾ ദമ്മിനൊക്കെ യൂസ് ചെയ്യുന്ന റൈസില്ലേ, ആ റൈസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒത്തിരി പ്രസ് ചെയ്ത് വാഷ് ചെയ്യരുത്, അല്ലെങ്കിൽ നമ്മുടെ റൈസ് പൊട്ടിപ്പോകും. റൈസ് പൊട്ടിപ്പോയാൽ നമ്മുടെ പുലാവ് കറക്റ്റായിട്ട് വരത്തില്ല. എന്താണ്ട് ഞാനിവിടെ വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ കുക്കർ അടച്ചിട്ട് ഞാൻ ഫ്ലെയിം ഓൺ ആക്കുന്നുണ്ട്. ഒരു 3-4 സീറ്റി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ റൈസ് അടിയിൽ പിടിക്കും. പിന്നെ ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ നന്നായിട്ട് ഒന്ന് ചതച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സവാള, 2 തക്കാളി, ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ സവാള ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് സൈഡിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ തക്കാളിയുടെ അകത്തത്തെ ആ കുരുവെല്ലാം ഞാനൊന്ന് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് ഞാനിത് കട്ട് ചെയ്ത് വെക്കുന്നത്. പിന്നെ ഞാനിവിടെ പാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ നെയ്യായാലും യൂസ് ചെയ്യാം. പിന്നെ ഞാനിവിടെ 2 തെരളിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. തെരളിയില പച്ചയല്ല, ഉണങ്ങിയതാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണക്കിയതാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇവിടെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഫ്രൈ ആക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ 250 ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത്. ഹോം മെയ്ഡ് പനീറല്ല, ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയ പനീറാണ്. ഇതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതൊന്ന് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ആ ഓയിലിൽ തന്നെ ഞാൻ 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പനീറും കൂടെ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഫ്ലെയിം ഒന്ന് സ്ലോ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന മസാലയും നമ്മുടെ പനീറും കൂടെ ഒന്ന് കത്തും. അപ്പം നമുക്കത് നമ്മൾ ഈ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റിലോട്ട് വരത്തില്ല. പിന്നെ ഞാനിവിടെ 1/2 സ്പൂണ് നമ്മുടെ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 3-4 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിനുശേഷം നമ്മളിതൊന്ന് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് അതിൽ തന്നെ നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്, ഒന്ന് ഫ്രൈ ആകാൻ വേണ്ടി. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ റൈസ് എങ്ങനെ ആയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോഴത്തേക്ക് ഇതാണ്ട് നമ്മുടെ റൈസ് ഇവിടെ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. നേരത്തെ നമ്മളൊരു സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ റൈസ് തമ്മിൽ ഒട്ടാതിരുന്നത്. നല്ല സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മുടെ റൈസ് വന്നിരിക്കുന്നത്. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. എന്നിട്ട് നമ്മൾ ഈ സവാളയും ഈ പനീറും കൂടെ ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്, മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി അതും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. അതും നല്ല സ്ലോയിൽ വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മുടെ പനീറൊന്നും പൊട്ടിപ്പോകാൻ പാടില്ല. ഒന്നും നമ്മുടെ തക്കാളി ഒന്നും ഉടയാനോ അങ്ങനെ ഒന്നും പാടില്ല. നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നോക്കിക്കാൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റൈസ് ഞാൻ ഇതിലോട്ട് മെല്ലെ തട്ടിയിടുകയാണ്. അപ്പോൾ നമ്മൾ സ്ലോയിൽ തന്നെ ഇത് തട്ടിയിട്ടിട്ട് ഒന്ന് ഒന്ന് സ്ലോയിൽ തന്നെ ഒന്ന് ഈ റൈസും പനീറും എല്ലാം കൂടെ ഒന്ന് സ്ലോയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒത്തിരി സ്പീഡിനാകരുത്, ചെറിയതായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിവിടെ കട്ട് ചെയ്ത് കുറച്ച് മല്ലിയില വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിൻ്റെ പുറത്തിട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് റൈസ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, എന്താണ്ട് നമ്മുടെ പനീർ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ.